എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഏത് ബുദ്ധി? അല്ല, ഈ നക്കാപ്പിച്ച ശമ്പളത്തിന് മറ്റുള്ളവർക്ക് ജോലി ചെയ്യാതെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ഇപ്പൊ നമുക്ക് 4 പശുക്കളല്ലേ, അത് 10 ആകുന്നു, 50 ആകുന്നു, 100 ആകുന്നു. നമുക്ക് നല്ല ഒരു വീട് വെക്കണം, ഒരു കാറ്, AC, ഫ്രിഡ്ജ്, VCR. നമുക്കങ്ങ് സുഖിക്കണം. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ ഒരു യാത്ര അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏറ്റവും അധികം നമ്മുടെ റാന്നി പെരുന്നാൾ അല്ലേ, ഈ ഏരിയ വെച്ചുകൊണ്ട് തുടരുമെന്ന് പറയുന്ന സിനിമ ഭയങ്കര ഹിറ്റായി. അതിലൂടെ നമുക്കൊരു വില്ലനെ കിട്ടി. ആരായിരുന്നു? ജോർജ് സാറിന്റെ ശബ്ദം എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ജോർജ് സാർ. 36 വർഷമായിട്ട് ബെൻസേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കൂടി കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിവൈഎസ്പിയുടെ മെഡലും വാങ്ങി ഞാൻ റിട്ടയർ ചെയ്ത് ഇറങ്ങുമ്പോ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ ഈ ജോർജ് സാർ ഇനി നീ കുറച്ച് അറിയാനുണ്ട്. നീയാ റാന്നി പെരുന്നാട് സീനയാണ് നീ ഗൗനിക്കാത്തത്, കൈയടിക്കാത്തത്. താങ്ക് യു സോ മച്ച്. സമയം ഒട്ടുമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു യാത്ര. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൽ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളിലൂടെ ഇവിടെ ഫോട്ടോ മാറുന്നു, അതിനനുസരിച്ച് എൻ്റെ ശബ്ദവും മാറാൻ ശ്രമിക്കും. നന്നാകുകയാണെങ്കിൽ ഈ കയ്യടിയുടെ ശബ്ദം ഇടയ്ക്കൊക്കെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഡബിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഷേക്ക് 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 ഷേക്ക്. ഈ ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗതീശ്വരന്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുന്നു. അവളൊരിക്കലും എന്റെ പൊന്നു മാമച്ച, മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞതല്ലേ പോകരുത് പോകരുതെന്ന്. ഇത് ഞാൻ ഈ ധൂവയ്ക്ക് അമ്മാമേ, ഇത് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മാമയെ കിടലും കൊള്ളിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാണ് കൊണ്ടാണ് ഞാൻ അവിടെ നീലാണ്ട. ഒരു കാറ് കത്തി എനിക്ക് വെറും പുല്ല, മറിച്ചെന്റെ തറവാട് കത്തിച്ചിടാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടുന്ന നീ പടയൊരുക്കം തുടങ്ങിയോന്നാണ്. കാത്തിരിക്കാണ് ശേഖര. പിന്നിട്ട വഴികളിൽ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ നിന്നു മറന്നു. മുനിയിടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടിയെന്ന് ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് വെച്ചിട്ട് മറ്റൊരു 2 കൂട്ടുകാരും നല്ലത്. അങ്ങനെ എനിക്കത് ഇഷ്ടേ. ദൈവമുണ്ട് വെച്ചിട്ട് ദൈവമുണ്ട്. ഇല്ല, നീ എന്റെ മകൾ നമ്മ എങ്ങാടി ഗോൾഫിയാടാ. ഇനി എന്റെ മകളുമായിട്ട് കട്ടപ്പന ടൗണെങ്ങാനും കയറി നിറങ്ങി നിറഞ്ഞ നിന്റെ കണ്ണിയെ ബുദ്ധിമുട്ടിക്കും. എന്റെ പോലെ നായിന്റെ പോലെ കരയിക്കാതറ ദൈവച്ചേട്ടനല്ലേ വിട്ടുകളാ. കുറച്ച് പേര് കൈയടിക്കുന്നുണ്ട്, കുറച്ച് പേര് കൈയടിക്കുന്നില്ല. നന്മ ചെയ്യുന്ന 2 വ്യക്തികളാണ്, ഒന്ന് മഹാബലിയും പിന്നെ ഞാനും. മഹാബലി ഒരുപാട് നന്മ ചെയ്തു, ഞാൻ 3 നന്മ ചെയ്തു. 3ാമത്തെ നന്മയാണ് ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുന്നത്. കേരളം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിന്നോട് ഞാൻ 4 വലി വലിക്കാനല്ലേ പറഞ്ഞു രാഘവ? നീ എന്താ ഒളിച്ചിരുന്ന പേരുകളെ? നാലും കൂട്ടി മുറുക്കി ചുവപ്പ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുമാണ്? തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ ഖോപ്പിൽ വലിയ രാജാവാണെന്ന്. താനൊരു പുല്ലുമല്ല. അമേരിക്ക പോയി ഏതോ ഒരു വാറ്റ റിച്ചാർഡ് സാഹിബിന് അടിവെച്ചു കൊടുത്ത് കിട്ടിയ കാശുകൊണ്ട് ഒരു പഴയ കൊട്ടാരവും വാങ്ങി അവിടെ ഒരു ആശുപത്രി പണിത് അവിടെ ഭ്രാന്തന്മാരെ വിനാശകാലേ വിപരീത ബുദ്ധി. ഞാൻ ബാബുസ്വാമിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. ഞാനും ബാബുസ്വാമി തമ്മിൽ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും. എത്ര മനോഹരമായിരുന്നു ആ ദിനങ്ങൾ. 10-40 വർഷമായി ഞാൻ ഈ മലയാളക്കരെ വന്നിട്ട് ആസാദ 4 വരി കവിത തെറ്റുകൂടാതെ ചൊല്ലാൻ തന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഇല്ല, തന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചൊല്ലിത്തരാം. അയ്യോ,
ചപ്പാത്തി തിന്നറിയില്ല, ചോറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഗാനം പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്. അതായത് യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സ് കമ്പനി അർത്ഥത്തിലാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ആ കമ്പനി ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭത്തിലാണ് പെട്ടിക്കാത്തിരിക്കുന്നത്. എന്താ വിശ്വാസം വരുന്നില്ലേ? ഇന്നേ കണ്ടോ. എൻ്റെ ഈ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. എൻ്റെ ഒരു കഴിവുകേടാണെന്ന് എനിക്കറിയാം. എൻ്റെ പ്രശ്നമാണത്. എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ സ്വീകരിക്കുന്നുള്ളതിൽ. ഈ ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു ബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭാര്യ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ല. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏടത്തി, വല്യച്ഛൻ, വല്യമ്മ എന്നൊക്കെ പറയുന്ന രക്തബന്ധമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്തബന്ധമല്ലാത്ത ഈ ബന്ധത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. വളരെ ദിവ്യമായ ബന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ദമ്പതി. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ശേഷം തിരുവല്ല അഗ്രി ഹോർട്ടിക്കൾച്ചർ സംബന്ധിച്ച ഈ പുഷ്പോത്സവത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, മലയാളികളുടെ ദാദാ സാഹിബ് അവാർഡ് മേടിച്ചത് ലാലേട്ടൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഒരു സിനിമ സക്സസ് ആകുന്ന പറഞ്ഞാൽ എല്ലാം നന്നാകുക എന്നാണ്. ഇവിടെ എല്ലാം നന്നായി എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല പുഷ്പോത്സവം ഉണ്ടാവട്ടെ, മനോഹരമായ പൂക്കൾ പോലെ ആവട്ടെ നമ്മുടെ മനസ്സുകൾ, അല്ലേ? നമുക്ക് എല്ലാ ടെൻഷനും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മനോഹരമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ മനസ്സിലാണ് ആദ്യം ഒരു പൂന്തോട്ടം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, അല്ലേ? അത് നമ്മൾ കാണുന്ന ഈ കാഴ്ച നമ്മുടെ മനസ്സിൽ മനോഹരമായ പുഷ്പങ്ങളായി മാറട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. പാട്ട് പാടുമ്പോൾ കൈയടിക്കോ? രസമല്ലേ?